മുതിർന്ന കോൺഗ്രസ് നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന കരൺ സിംഗിന്റെ പ്രസ്താവനയാണിപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പണി പഠിച്ചു വരുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹം നടത്തിയ പരാമർശം. രാഹുൽ ഗാന്ധി മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയും അദ്ദേഹം വാനോളം പുകഴ്ത്തുകയുണ്ടായി. പ്രിയങ്ക മിടുമിടുക്കിയാണെന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിന്റേത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നെഹ്റു ഗാന്ധി കുടുംബത്തിലെ 4 തലമുറകളുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തി. ഇപ്പോൾ 93-കാരനായ കരൺ സിംഗ് ജമ്മു കാശ്മീരിൽ സദറി റിയാസത്ത് ആയി പ്രവർത്തിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതിൽ കടുത്ത വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത്. പക്ഷെ രാഹുൽ നല്ലൊരു വ്യക്തിയാണെന്നായിരുന്നു കരൺ സിംഗ് അഭിപ്രായപ്പെട്ടത്. തനിക്ക് അദ്ദേഹത്തോട് വലിയ വാത്സല്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് രാഹുൽ എന്നും അമേരിക്കൻ മുൻ സ്ഥാനാപതി കൂടിയായ കരൺ സിംഗ് തുറന്നു പറഞ്ഞു. എന്നാൽ അടുത്തിടെയായി രാഹുലുമായി അത്ര അടുപ്പമുള്ള ബന്ധത്തിലല്ല ഉള്ളത്. എന്നാൽ രാഹുൽ ഏറെ മെച്ചപ്പെട്ടുവെന്നും അദ്ദേഹം വിലയിരുത്തുകയുണ്ടായി. ഓരോ വർഷം കഴിയുന്തോറും രാഹുൽ മികച്ചു വരികയാണ്. അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചു വരുന്നതിന്റെ സൂചനയാണിതെന്നും കരൺ സിംഗ് അഭിപ്രായപ്പെട്ടു. അദ്ദേഹം പ്രധാനമന്ത്രിയാകുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് യഥാർത്ഥത്തിൽ. പക്ഷേ അദ്ദേഹത്തിന് നല്ല കഴിവുണ്ടെന്നും തയ്യാറെടുപ്പുകൾക്ക് സമയം ആവശ്യമാണെന്നും മുൻ കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതുപോലെ കുട്ടിക്കാലം മുതൽ തന്നെ ഏറെ അടുപ്പമുള്ള പ്രിയങ്കയെ പുകഴ്ത്തുന്നതിലും അദ്ദേഹം മടി കാണിച്ചില്ല. ബുദ്ധിമതിയായ പെൺകുട്ടിയാണ് പ്രിയങ്ക. വളരെ ചുറുചുറുക്കുള്ള പെൺകുട്ടിയാണെന്നും 36-ാം വയസ്സിൽ ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ അംഗമായ സിംഗ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കൂടാതെ അദ്ദേഹം പറഞ്ഞത് ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു തന്റെ ഗുരുവാണെന്നായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ 10 വർഷമായിരുന്നു പ്രവർത്തിച്ചത്. മാത്രമല്ല, അവരുടെ ഏറ്റവും നല്ല സമയത്തിനും മോശം സമയത്തിനും താൻ സാക്ഷിയായിരുന്നു. ഇന്ദിരയുടെ ഭരണകാലത്തെ ഏറ്റവും മികച്ച നേട്ടം എന്നത് ബംഗ്ലാദേശ് വിമോചന കാലമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അടിയന്തരാവസ്ഥയാണ് ഏറ്റവും മോശം കാലമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 1991-ലെ രാജീവ് ഗാന്ധി വധം യഥാർത്ഥത്തിൽ വലിയ ദുരന്തമായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയെ 21-ാം നൂറ്റാണ്ടിലേക്ക് നയിക്കേണ്ടിയിരുന്നത് അദ്ദേഹമായിരുന്നു. കരൺ സിംഗ് ഒരു സംഗീത പ്രേമി കൂടിയാണ്. ഇപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ തന്റെ സംഗീത ആരാധന അദ്ദേഹം തുടരുകയും ചെയ്യുന്നുണ്ട്. 2006-ൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എടുത്തേണ്ട ആളായിരുന്നു താൻ ശരിക്കും. എന്നാൽ ഇടത് പാർട്ടികളാണ് ഇതിന് തടസ്സം വെച്ചതെന്നും കരൺ സിംഗ് വെളിപ്പെടുത്തുകയുണ്ടായി. സോണിയാഗാന്ധി തന്റെ പേര് രാഷ്ട്രപദത്തിലേക്ക് നിർദ്ദേശിച്ചപ്പോൾ ഒരു മഹാരാജാവിനെ എങ്ങനെയാണ് രാഷ്ട്രപതിയാക്കുകയെന്ന് ഇടത് പാർട്ടികൾ ചോദിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് 2007-ൽ പ്രതിഭ പാട്ടീലിനെ രാഷ്ട്രപതിയാക്കുകയായിരുന്നു. എന്നാൽ ഈ സമയം രാഷ്ട്രപതിയാകാത്തതിൽ തനിക്ക് ഖേദമൊന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുനെസ്കോയിലും ഇന്ത്യയുടെ സാംസ്കാരിക റിലേഷൻ കൗൺസിലിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു.